ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ കുറേ കാലമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ കുറേ ജോലീൻ്റെ തിരക്കും മറ്റേതൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പുതിയൊരു പ്രോപ്പർട്ടിയാണ് ഗൈസ്. ഇവിടെ 12-ാം പാലാണ്, വയനാട്ടിൽ 12-ാം പാലാണ്. സൈലൻറ്റ് വുഡ്സ് എന്നാണ് കേട്ടോ റിസോർട്ടിൻ്റെ പേര്. ഇപ്പോൾ ഞാനും ഇവിടെ വേറെ ഒരുത്തരും കൂടിയേ ഉള്ളൂ. ഇവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. ഒരു ഹായ് കൊടുക്കടാ. അപ്പോൾ ഗൈസ് നമ്മൾ രാവിലെ തന്നെയാണ്, ഇന്ന് ഗസ്റ്റ് ഇല്ല. അപ്പോൾ കുറച്ച് നേരം വൈകി എണീക്കാൻ. ഇവിടെ 3 പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ. മേലെ ഭാഗത്തായിട്ട് 3 ഉണ്ട്. ഇങ്ങനെ മീൻസ് 3 വില്ല ഉണ്ട്. ഇതൊരു വില്ല, പിന്നെ അതൊരു വില്ല, പിന്നെ അതാ അവിടെ ഒരു വില്ല ഉണ്ട് ഗൈസ്. പിന്നെ അത് നമ്മളെ പൂളാണ്. ഞാൻ കാണിച്ചു തരാം, വിശദമായിട്ട് കാണിച്ചു. നമ്മൾ അടുത്തടുത്ത ബ്ലോഗുകളിൽ നമുക്കെല്ലാം വിശദമായിട്ട് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് ആകെയുള്ള പണി എന്താണെന്ന് വെച്ചാൽ, കിച്ചൺ ഇന്നലെ ക്ലീൻ ആക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് കിച്ചൺ ക്ലീൻ ആക്കിക്കണം ഗൈസ്. ഫുള്ള് ക്ലീൻ ആക്കാനുണ്ട് കിച്ചൺ. പിന്നെ കുറേ കുപ്പികളൊക്കെ പെറുക്കാനുണ്ട്, കുപ്പിയൊക്കെ പെറുക്കണം ഗൈസ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് മുതൽ നമുക്ക് പരമാവധി ഡെയിലി ബ്ലോഗ് ആക്കാൻ നോക്കാം. ഓക്കെ, ബൈ ഗൈസ്. നമുക്ക് ഈ റൂമിൻ്റെ ഉള്ളൊന്ന് കാണാം ഗൈസ്. ഞാൻ കാണിച്ചു തരാം, വെയിറ്റ്. ഓക്കെ, വെയിറ്റ് ഗൈസ്. നമ്മളെന്താ ഇങ്ങനെ കയറാം. ഡോർ നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നു. ഇത് എക്സ്ട്രാ ബെഡാണ് കേട്ടോ. നീര് വരുമ്പോൾ അവിടെ നമുക്ക് എക്സ്ട്രാ ബെഡിനുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇരിക്കാൻ ചെറിയൊരു ഇതുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വാഷ് ബേസ് മീൻസ് ഇത് വാഷ് ബേസ്. ഇത് നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് ചെയ്യാം. ഇത് വെള്ളമുണ്ട്. അതിന് നമ്മൾ നേരെ ബെഡിൻ്റെ ഏരിയയിലേക്ക്. വൈസ് ഇതാണ് ബെഡ്. ഇതിൽ നമുക്കൊരു 3 പേര് 4 പേരൊക്കെ കിടക്കാൻ പറ്റിയൊരു സൈസ് ബെഡാണ്. പിന്നെ നമ്മൾ ഇത് ഞാൻ ഉണ്ടാക്കിയത് എടുക്കുന്നുണ്ട്. എൻ്റെ കൈസ് മെഴുകുതിരിയാണ് കേട്ടോ പറഞ്ഞതിന്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടും കൂടി ആകുമ്പോൾ നമുക്ക് റൂമിൽ 4 5 ആൾക്കാരായിട്ട് കിടക്കാം. പിന്നെ നമ്മളെ വാഷ്റൂം കിട്ടും. കഴിച്ചിടാൻ വെയിറ്റ്. വാഷ്റൂം കാണിച്ചിട്ട് ഗൈസ്, ഇതാണ് വാഷ്റൂം വരുന്നത് കേട്ടോ. ലുക്ക് ഗൈസ്, ദിസ് മീ. എന്നെ കാണുന്നില്ല. ഹീറ്ററൊക്കെ ഉണ്ട് കേട്ടോ. സെറ്റാണ്. ലൈറ്റ്സൊക്കെ ഉണ്ട് ഗൈസ്. ലൈറ്റ്സൊന്നും ഇട്ടിട്ടില്ല. വെയിറ്റ് നമുക്ക് ഗൈസ്, നല്ല രസമുണ്ടല്ലേ. ഇതെങ്ങനെയുണ്ട് ഗൈസ്? ഇതാണ് വില്ലൻ്റെ കേട്ടോ. ഇവിടെ നേരെ പുറത്തിറങ്ങിയതാ. ഇതാണ് വ്യൂ. മീൻസ് നമ്മളെ പുല്ല് ഇതൊക്കെ ആയിട്ട് അവിടെ കുളമുണ്ട്. തൊട്ടടുത്ത് തന്നെ പൂള്. ഇത് 2ാമത്തെ റൂമാണ് കേട്ടോ. പിന്നെ അത് 1ാമത്തെ റൂം. അത് ഫുള്ള് പക്ക എന്താ പറയുക, കാടിൻ്റെ ഉള്ളിൽ മരിക്കാണ് ഗൈസ്. കാണിച്ചു തരാം. പിന്നെ അവരുടെ കിഡ്സിനായിട്ടുള്ളൊരു പാർക്ക് മുതൽ ഏരിയ ഉണ്ട് കേട്ടോ. 2-3 റേറ്റ്സേ ഉള്ളൂ. പിന്നെ അത് ഇതേ മരിക്ക് തന്നെയാണ് ഈ റൂമും, അതേ മരിക്ക് തന്നെ ആ റൂം കേട്ടോ. ഈ 3 റൂമും ഒരേ ഇതാണ് വരുന്നത്. ഒരു എൻ്റെ കേസ് ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്യട്ടെ. ഓക്കെ, നമുക്ക് കാണിച്ചിടാം. ഇതും നമുക്ക് ഇവിടെ നിന്നുള്ള 3 വില്ലയും ഒരേ ലെന്തുണ്ടോ. പിന്നെ നമ്മളെ ക്യാമ്പ് ഫയറിനുള്ള സ്ഥലം, പിന്നെ ഇതാ ഗ്രില്ല് ചെയ്യാൻ കേട്ടോ. പിന്നെ ഇവിടേക്ക് ഇരിക്കാം ഗൈസ്. ഒക്കെ കുറേ മുളയുണ്ട്. ഞങ്ങളിന്ന് ഗേറ്റ് തുറന്നിട്ടില്ല ഗൈസ്, ഗസ്റ്റ് ഇല്ലാത്തത് കൊണ്ട്. പിന്നെ ഗൈസ് ഇതാണ് നമ്മളുടെ റെസ്റ്റോറൻറ്റ്. ഫുഡ് കഴിക്കാനുള്ള സ്ഥലം ഇതാണ് കേട്ടോ. ഞാൻ ഫുഡ് കഴിക്കാനുള്ള അവിടെ തന്നെയാണ് നമ്മളെ മറ്റേ ക്യാരംസൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ സ്പീക്കർ ഗൈസ്, പാട്ട് വെച്ചിരിക്കാം. പിന്നെ മേലെ ഒരു റൂമുണ്ട് ഗൈസ്, ഞാൻ കാണിച്ച് തരാം. വെയിറ്റ്. ഇതാണ് ഗൈസ് ബാൽക്കണി റൂമാണ് ഞങ്ങൾ പറയുന്നത് അതിന് കേട്ടോ. ഇതാണ് ബാൽക്കണി റൂം. അതിൽ ബാൽക്കണിയിലേക്കുള്ളത് തുറക്കാം ഗൈസ്. കണ്ടോ ഗൈസ് മൊത്തം വ്യൂ. അതൊക്കെ കാപ്പിത്തോട്ടാണ് കേട്ടോ. ഞങ്ങളൊരു കിണർ, ഇത് വലിയ കിണർ, അപ്പുറത്ത് ചെറിയ കിണറുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ, അവിടെ ഓന്. പിന്നെ ഇതൊക്കെ ഇന്നലത്തെ ലോണ്ടറിൻ്റെ സാധനങ്ങളാണ് കേട്ടോ. കുറച്ചുകൂടെ കെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റയിലുള്ള യൂട്യൂബിലിടും. കേട്ടില്ല ഗൈസ്, ഓരോന്ന് പറയണ നോക്ക് ഗൈസ്. ക്ലിച്ചൊന്ന് ക്ലീൻ ആക്കാനുള്ളതാണ്. ഫുള്ള് വലിച്ചു വരിയിട്ടുണ്ട്. ഇന്ന് ഫുള്ള് ഇത് ക്ലീൻ ആക്കും ഗൈസ്. ക്ലീൻ ആക്കിയിട്ടുള്ള ഞാൻ കാണിച്ചു തരണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ഇത് ചെറിയൊരു വീഡിയോ ആക്കി എടുക്കാം. കണ്ടോ, ഇവിടെ സൈക്കിളുണ്ട്. സൈക്കിളിൻ്റെ സീറ്റില്ല ഗൈസ്. ഇത് ഇരുന്ന് ഓടിക്കാൻ കഴിയില്ല. കണ്ടോ, സീറ്റ് പോയി കിടക്കണം. നമുക്കിവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കാണ്ട്. ഈ ഏരിയ ഫുള്ളൊന്ന് ക്ലീൻ ആക്കണമെന്ന്. ഈ മരത്തിൻ്റെ വേര് കണ്ടില്ലേ ഗൈസ്, സെറ്റല്ലേ.
നമ്മൾ പണ്ട് കളർ അടിച്ചത് ഓർമ്മ ഉണ്ടോ? നമ്മളെ മറ്റേ എമറാൾഡ് റിസോർട്ടിൽ നിൽക്കുമ്പോൾ ആ കളറിൻ്റെ ഇതാണ് കേട്ടോ ഇത്. കണ്ടോ, ഒരു റെഡിഷ് ആയിട്ട് ഉണ്ട്. ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഉണ്ട് ഗൈസ്, സൗണ്ട് നോക്കണ്ട. അപ്പോൾ ഗൈസ് നമ്മളെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഫാമിലി റൂമുണ്ട്. മീൻസ് അതിൽ 3 ബെഡാണുള്ളത്. ഒറ്റ റൂമിൽ 3 ബെഡായിട്ടുള്ളത്. അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. വെയിറ്റ് ഇതുണ്ടോ, ഇതാണ് ആ റൂം ഉണ്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിലെ സ്റ്റെപ്പ് കയറണം. വെയിറ്റ് ചെയ്യാൻ കാണിച്ചു തരാം. നമ്മൾ നേരെ സ്റ്റെപ്പ് കയറി വരിക. നമ്മൾ റിസപ്ഷനാണ്. ഇത് കഴിഞ്ഞിട്ട് നേരെ കയറി വരുന്നു ഗൈസ്. ഞാൻ ലോക്ക് ചെയ്തോ ഫംഗ്ഷൻ ഇല്ല ഗൈസ്. ഓക്കെ, അപ്പോൾ അതാ നേരെ കയറി വരിക. ലൈറ്റൊക്കെ വേണമൊക്കെ ഉണ്ടോ, ഫുൾ ഇരുട്ട് ഗൈസ്. ലൈറ്റ് ഒന്ന് കിട്ടിയ ലൈറ്റ് ഇതടുത്തത്. ആൻഡ് നമുക്ക് ഇതിൽ വരുന്ന ഒറ്റ വാഷ്റൂമാണ് കേട്ടോ. അയ്യോ ലൈറ്റൊക്കെ കൂടി വാഷ്റൂം ഗൈസ്. ഓക്കെ, ഇവിടുത്തെ റൂംസാണിത് കേട്ടോ. ഇത്ര റൂംസ് ഇപ്പോഴുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് ഓഫാക്കി പോകണം ഗൈസ്, അല്ലെങ്കിൽ പണിയാകും. സാർമാർ എങ്ങാനും വന്നാൽ കഴിഞ്ഞു, ലൈറ്റ് ഓൺ ആക്കി ഇട്ടാൽ. ഓക്കെ, നമുക്ക് ഡോറൊക്കെ ക്ലോസ് ചെയ്ത് നേരെ വിടാൻ കേസ്. അപ്പം നമുക്ക് കിച്ചൺ ക്ലീൻ ആക്കാനുള്ള ജോബാണ് ബാക്കിയുള്ള. അതിന് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ് കേസ്. പിന്നെ ഇന്ന് ഗസ്റ്റ് വരുമോ നോക്കണം. അപ്പോൾ നമുക്ക് നേരെ കിച്ചൺ ക്ലീൻ ആക്കാൻ പോവാം. ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോൾ ഒരുത്തണ്ട് ഗൈസ് ചോറ് ഇന്നലത്തെ ചോറാണ് എടുത്ത് കഴിക്കുന്നത്. ഗൈസ് ഇതിൽ ഒളിച്ചിരിക്കുന്നു ഫുഡ് കഴിക്കാൻ. ഞാൻ വന്ന് നോക്കുമ്പോൾ ഒരേ കാറ്റിൽ ഫുഡ് നോക്കൂ ഗൈസ്. വാതിലേക്ക് വന്നപ്പോൾ തൊട്ട് ഒരുത്തൻ പറയാൻ തുടങ്ങി, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. പറടാ, ഇനി പറ എന്ന്. ഇന്ന് ഞങ്ങളുടെ അടുത്ത സാറ് വന്നിട്ട് സാറിനോട് 2 ദിവസം കൊണ്ട് വന്നിട്ട് ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. സാറിനോട് പറഞ്ഞിട്ട് നമുക്ക് നോക്കി നോക്കാം അല്ലേ. ഇപ്പം എൻ്റെ എന്നുള്ള ഡയലോഗാണ് ഗൈസ്. ഞാൻ കേട്ട് മടുത്തു. നമ്മൾ കിച്ചണൊക്കെ ക്ലീനാക്കി. ഇനി ഇവിടെ നിലത്ത് തുടയ്ക്കാണ്ട്. പിന്നെ എന്താ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളി എന്നോട് കയറുന്നു കറി ഉണ്ടാക്കാൻ. കാണിച്ചു തരാം, വെയിറ്റ്. ഗൈസ് ഉള്ളി എന്നോട് കയറുന്നു. പിന്നെ തക്കാളി ഇത് അവിടെ ഉണ്ട്, പച്ചമുളക് അവിടെ ഉണ്ട്. അതിന് ഗൈസ് ഞാൻ ഇവിടെ അരി ഇട്ടിട്ടുണ്ട്. പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറിയും കൂടി ഉണ്ടാക്കണം. ഇനി നമുക്ക് കറി ഉണ്ടാക്കണം ഫുഡ് കഴിക്കണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പണിയും തിരക്കുന്നുണ്ട്. പണിയെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ഇവിടുത്തെ ഡെയിലി ബ്ലോഗായിട്ട് കാണാം ഗൈസ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ.